നമ്മുടെ ഇന്ത്യൻ നേവിയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ്. ഇതിന് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജൂൺ 2027 കോഴ്സിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നേവിയുടെ പുതിയ അപേക്ഷ വിളിച്ചത് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്നിവീർ പോലെയല്ല. നിങ്ങൾക്ക് 10 വർഷം സർവീസ് ചെയ്യാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് 4 വർഷം കൂട്ടാൻ സാധിക്കും. പിന്നെ ഓഫീസറായിട്ടായിരിക്കും നിങ്ങൾ കയറുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം 4 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇറങ്ങി വരാം. എല്ലാന്നാണെങ്കിൽ അവിടെ വേക്കൻസി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പെർമനന്റ് കമ്മീഷനിലേക്ക് നിങ്ങൾക്ക് മാറാനുള്ള അവസരവും ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണെങ്കിലും സ്ഥിരജോലി 10-14 വർഷം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ സ്ഥിരജോലിൻ്റെ ഒരു ഇതിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അഗ്നിവീർ പോലെ 4 ഇയർ അല്ല. അഗ്നിവീർ 4 ഇയർ ആണെങ്കിലും അതിൽ നിശ്ചിത പെർസെൻറ്റേജ് ആൾക്കാർ പെർമനന്റ് ആക്കുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മൾ കൂടുതൽ ആ ഒരു ഏരിയയിലേക്ക് സംസാരിച്ച് പോകാതെ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നോക്കാം. അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ അപേക്ഷ തുടങ്ങുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു അപേക്ഷ വിളിക്കാൻ പോകുന്നുണ്ടെന്ന്. അതേ സമയത്ത് ജൂൺ 25, 2026 കൃത്യസമയത്ത് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 2026 27-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം കേട്ടോ. അതായത് 27 ജൂലൈ 2026 തീയതി വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. എലിജിബിൾ ആയിട്ടുള്ളത് അൺമെയ്ഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ജൂൺ 2027 ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതും നമുക്ക് ഇന്ത്യൻ നാവൽ അക്കാഡമി ഏഴിമല, അത് കണ്ണൂരാണ് വരുന്നത്, കേരളത്തിൽ. അവിടെയായിരിക്കും നമുക്ക് ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നത്. അവിടെയാണ് നമുക്ക് ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെയാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് വന്നത് കാണാൻ സാധിക്കും. അതിന് അപേക്ഷിക്കാനായിട്ട് BE BTech ഇൻ എനി ഡിസിപ്ലിനിൽ 60% മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിൻ്റെ വേക്കൻസി ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. 90 വേക്കൻസി ഉണ്ട്. ജെൻഡർ വൈസുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. 2 ജൂലൈ 2002 അതുപോലെ 1 ജാൻ 2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കി മനസ്സിലാക്കാം കേട്ടോ. ഞാൻ ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നോക്കാം. നിങ്ങൾ പഠിച്ച സ്ട്രീം ഇതിലുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമല്ലോ. പൈലറ്റ് വന്നിട്ടുണ്ട്, നാവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ വന്നിട്ടുണ്ട്, എയർ ട്രാഫിക് കൺട്രോളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ BTech 60% മാർക്കുമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ 60% മാർക്ക് 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് പാസ്സാകുന്ന സമയത്ത്. അതുപോലെ 60% മാർക്ക് ഇംഗ്ലീഷിൽ 10ലോ അല്ലെങ്കിൽ +2ലോ അതിലേതെങ്കിലും ഒന്നിലുണ്ടായാൽ മതി കേട്ടോ. അതും കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ വേക്കൻസി, ഏജ് ലിമിറ്റ് ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലോജിസ്റ്റിക്സ് വന്നത് കാണാൻ സാധിക്കും. അതിന് BE BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായാൽ മതി, MBA വിത്ത് ഫസ്റ്റ് ക്ലാസ്. ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നാവൽ ആർമമെൻറ്റ് ഇൻസ്പെക്ടറേറ്റ് കേഡർ വന്ന് കാണാൻ സാധിക്കും. അതിന് BE BTech തന്നെയാണ് ക്വാളിഫിക്കേഷൻ. 60% മാർക്കോട് കൂടി ഈ പറയുന്ന സ്ട്രീമിൽ ഏതെങ്കിലും ഒന്നിലുണ്ടാകണം കേട്ടോ. ഇവിടെ സ്ട്രീം കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്നിലാണ് വേണ്ടത്. മെൻ ആൻഡ് വുമൺ അപേക്ഷിച്ച് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ അതില്ലാത്ത പക്ഷേ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. അതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് വേണ്ടതാണ് 60% മാർക്ക് 10ലും +2ലും. പിന്നെ 60% മാർക്ക് ഇംഗ്ലീഷിൽ 10ലോ +2ലോ ഏതെങ്കിലും ഒന്നിൽ വേണം. പിന്നെ എഡ്യൂക്കേഷനാണ് ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത ഉള്ളവർക്ക് എഡ്യൂക്കേഷനിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ എഡ്യൂക്കേഷൻ ബ്രാഞ്ചാണ് കേട്ടോ. പിന്നെ വന്നത് കാണാൻ സാധിക്കും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ്. BE BTech 60% മാർക്കോട് കൂടി ഇവിടെ പറയുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് സ്ട്രീമിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ സബ്മറൈൻ ടെക് എഞ്ചിനീയറിംഗ് ആണ്, അതിന് കൊടുത്തത് കാണാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ സെയിം ആസ് 8th പാരഗ്രാഫിൽ ഇവിടെയുള്ള അതേ ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 10th പൊസിഷനിൽ 10th കോളത്തിൽ വന്നത് കാണാൻ സാധിക്കും. ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്കുള്ളതാണ്. അപ്പോൾ അതിനും BE BTech 60% മാർക്കോട് കൂടി ഫോളോയിങ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ സബ്മറൈൻ ടെക് ആണ്, അതിൻ്റെ മുകളിൽ പറഞ്ഞ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് രണ്ടിനും ക്വാളിഫിക്കേഷൻ സെയിം ആണ്. പിന്നെ നാവൽ കൺസ്ട്രക്ടർ ആണ്, അത് കാണാൻ സാധിക്കും. BE BTech ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ട്രീമിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. സോ ഇതിന് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. നേവിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ പോകാനായിട്ട് പോകുന്ന IN ഏഴിമല നമ്മുടെ ജൂൺ 2027 ഏഴിമല അക്കാഡമിയിലേക്കായിരിക്കും നിങ്ങൾ പോകേണ്ടത് വരികയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവിടെയായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് കാര്യങ്ങളും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് എക്സാം ഉണ്ടാവില്ല. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. SSB ഇൻ്റർവ്യൂ നിസ്സാര കാര്യമല്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. SSB ഇൻ്റർവ്യൂ തന്നെ വലിയൊരു പരീക്ഷണമാണ്. അപ്പോൾ ആ ഒരു പരീക്ഷണം വിജയിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ട്രെയിനിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം. മെറിറ്റ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനും ഇതിൻ്റെ പെർമനൻ്റ് ആയിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ചേരാനും സാധിക്കും. അത് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് കയറാൻ സാധിക്കും. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഡിഗ്രിയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അവരിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യുക. ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ കൃത്യമായി ലഭിക്കാൻ നമ്മുടെ പേജ് കൃത്യമായി ഫോളോ ചെയ്യുക. അതായത് നമ്മുടെ കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഫോളോ ചെയ്ത് വാട്സപ്പ് ചാനൽ ഉൾപ്പെടെയുണ്ട്, അതിലൊക്കെ കൃത്യമായി ഫോളോ ചെയ്തിരുന്നാൽ എല്ലാ അപ്ഡേറ്റും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ബാക്കിയുള്ള അപ്ഡേറ്റുമായിട്ട് കൃത്യസമയത്ത് വരുന്നതായിരിക്കും. താങ്ക് യു.